നമസ്കാരം സർ. നമസ്കാരം. സർ, നമ്മുടെ തോറ്റ എം.എൽ.എ. വീണ ജോർജ്, നമ്മുടെ മുൻ മന്ത്രിയായിരുന്ന വീണ ആ, ജോർജ് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ആ, ആ, വി.ഡി. സതീശൻ നുണ മാത്രം പറയുന്ന മുഖ്യമന്ത്രിയാണ്. ആ, സാമൂഹ്യ വിരുദ്ധരുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം ആ, ഓർക്കുമ്പോ തന്നെ പേടി വരുന്നു എന്നൊക്കെയാണ് ആ, ആ, അയ്യമ്മ ആ, പറയുന്നത്. ഇപ്പോ ആ, അത് ഈ ആ, മയക്കുമരുന്ന് കേസിലാണ് ഈ വിഷയം പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നു. മയക്കുമരുന്ന് ആ, ശൃംഖല ഭയങ്കര വലുതാണെന്നാണ് പറയുന്നത്. ആ, ആ, ഇത്തരത്തിലൊരു അഭിപ്രായം ഇറക്കുമ്പോ ഇത്രയും കൊല്ലം ഇവിടെ ഇരുന്ന ആഭ്യന്തര വകുപ്പ് ആരാണ് നോക്കിക്കൊണ്ടിരുന്നതെന്നുള്ളത് മറന്നിട്ടാണോ ഇവരിങ്ങനെ ആ, പറയുന്നത്? അതോ ആ. ബുദ്ധിഭ്രമം സംഭവിച്ചോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇല്ല, അത് ബുദ്ധിപൂർവ്വത്തിന്റെ ഇത് സംഭവം എന്താ പറഞ്ഞാല് നമ്മുടെ ഒരു 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 പാർട്ടി, ഒരു ഇടതുപക്ഷ പാർട്ടി, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അത് ഫാസിസ്റ്റ് സ്വഭാവം കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുമ്പിൽ വരുന്ന ഏക പ്രായോഗികമായ മാർഗം നുണ പറയുക എന്ന് മാത്രമാണ്. നുണ പറയുക മാത്രമാണ്. അപ്പൊ അങ്ങനെ ഒരു ഫാസിസ്റ്റ് സ്വഭാവം കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക് നിലവിൽ അവർക്ക് പ്രത്യയശാസ്ത്രപരമായ നിലപാടില്ല. അവരുടെ നിലപാട് എന്ന് പറഞ്ഞാൽ സ്വന്തം വ്യക്തിയുടെ താല്പര്യങ്ങൾ, അതിനിടയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബന്ധങ്ങൾ, അതിന്റെ മേലെ വരാവുന്ന വ്യവഹാരങ്ങൾ, ആ വ്യവഹാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഭരണകൂടത്തെയോ അല്ലെങ്കിൽ കേന്ദ്ര ഭരണകൂടത്തെ ഉപയോഗിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യാന്ന് മാത്രമാണ് ഇപ്പോൾ ആ പാർട്ടിയുടെ മുമ്പുള്ള ഏക വഴി എന്നുള്ളതാണ്. അപ്പൊ അത് വരുമ്പോ തന്നെ നിലവിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആയ വി.ഡി. സതീശനെതിരായി ഇപ്പോഴത്തെ മുൻ പ്രതിപക്ഷ അല്ല മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അയാൾ പറയുന്ന ഒരു സാധനവും കേരളത്തിലെ പബ്ലിക് മൈൻഡ് ചെയ്യുന്നില്ല. ഒന്ന്. അതെ, രണ്ടാമത്തെ വിഷയം, ആ ക്യാബിനറ്റിനകത്ത് ഏറ്റവും കൂടുതൽ ആരോപണം എത്തിയ ഏറ്റവും ഇന്നഫിഷ്യന്റ് ആയിരിക്കുന്ന ഒരു മന്ത്രിയുടെ പേര് ചോദിച്ചാൽ ആ പറയേണ്ട പേരാരാ? വീണ ജോർജ് എന്ന് പറഞ്ഞ വീണ ജോർജാ. ഇത്ര ദയനീയമായി ആ സ്ത്രീ പരാജയപ്പെട്ടത് എന്ന ചോദ്യം അവർ സ്വയം ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. പിന്നെ അതിനേക്കാൾ സുപ്രധാനമായിരിക്കുന്ന ചോദ്യം എന്താ പറഞ്ഞാൽ വി.ഡി. സതീശൻ കളവ് പറയുന്നു എന്നുള്ളത്. ഈ കഴുത്തുടുക്കിയ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വിഡ്ഢിത്തങ്ങളുടെ ഘോഷയാത്ര, ഇതിന് അതൊരു വിഷ്വൽ മീഡിയയിലും പ്രിന്റ് മീഡിയയിലും വന്ന് നാട്ടുകാരെ മുഴുവൻ കണ്ടതല്ലേ. അതെ, അതെ, അതെ. ഇല്ലാത്തൊരു അപകടം, ഇല്ലാത്തൊരു ഒരു 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 എന്താ പറയാ കുഴപ്പമുണ്ടായി എന്ന് സ്ഥാപിച്ചെടുത്ത് അവസാനം പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്ത് പിറ്റേന്ന് രാവിലെ ഒരാൾ പോലും അറിയാതെ അവിടെ നിന്ന് വാഹനത്തിൽ, സ്വന്തം വാഹനത്തിൽ പേഴ്സണലായി പത്തനംതിട്ടയിലേക്ക് മുങ്ങിയ ഒരു ഒരു സ്ത്രീയാണ്. വാസ്തവത്തിൽ ഇവരെയെല്ലാം വിളിക്കേണ്ടത് കള്ളി എന്നല്ലാതെ വേറെ എന്താണ് ഇവരെയൊക്കെ വിളിക്കുക? വാസ്തവത്തിൽ എന്താ വിളിക്കുക? ആരെങ്കിലും അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു കുറ്റാരോപണമായിട്ട് മാറുക? അത് അപ്പൊ സ്ത്രീ എന്ന പരിഗണന അവിടെ പൊങ്ങി വരും. ഓ സ്ത്രീ എന്ന് പറയുന്ന പരിഗണന അവിടെ പൊങ്ങി വരും. ആ സ്ത്രീ ഇതാണ് ഇതിന്റെ വിഷയം വരുന്നത്. ഇത് എന്ത് അതെ, പറയുന്നേരം ഈ ഒരു ജെൻഡർ സംഭവം പറയുന്നേരം നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സംഭവമല്ല സ്ത്രീ, പകരം കരുത്തിന്റെ പ്രതീകമാണ് സ്ത്രീ എന്നുള്ളതാണ്. പകരം നുണ പറയാനും ഈ നുണയെ സാധൂകരിക്കാനുള്ള വസ്തുതകളെ തേടിയെത്തിയ വസ്തുതകളെന്നല്ല ഒരു വ്യാജ നിർമ്മിതി ഉണ്ടാക്കാൻ പ്രയോഗിക്കുകയല്ല ചെയ്യേണ്ടത്. ഇനി വേറൊരു സംഭവം നിങ്ങൾക്ക് കഴിഞ്ഞ മന്ത്രിസഭാ കാലത്താണ് സ്വപ്ന സുരേഷ്, അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ അവർ. ആ അതെ. സ്വപ്ന സുരേഷിന്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരാളായിരുന്നല്ലോ ഇയാളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന മറ്റേ ശിവശങ്കരൻ എന്ന് പറഞ്ഞാൽ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും എന്താ പറയുക ബുദ്ധിശാലിയായ പ്രഗത്ഭനായ ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. ആ മനുഷ്യനെ കംപ്ലീറ്റ് നശിപ്പിച്ച് കൈ കൊടുത്ത് അതിന് അയാൾ ഒന്നും അല്ലാതാക്കി തീർത്തു. അയാൾ 11 മാസം ജയിലിൽ. ഇത് ചെയ്ത ആർക്ക് വേണ്ടിയായിരുന്നു? ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് വേണ്ടിയല്ലേ? 11 ഏതാണ്ട് ഒരു 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 വർഷക്കാലത്തിന് മേലെയോളം ജയിലിൽ കിടന്നിരിക്കുന്ന ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയെ പ്രതിനിധീകരിച്ചിരിക്കുന്ന ഒരു ക്യാബിനറ്റും അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. നാണമുണ്ടോ ആ മനുഷ്യനൊക്കെ എന്തെങ്കിലും ഒരു ഒരു പബ്ലിക്കിനോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ തന്നെ? തീർച്ചയായിട്ടും സാമൂഹ്യ അതൊരു ബാധ്യത. വിരുദ്ധരുമായിട്ടുള്ള പിന്നെ രണ്ടാമത് നേരിട്ട് ബന്ധം. നിങ്ങൾ എടുക്കുക DYFIക്കാരൻ ഇപ്പൊ സമരം നടത്തുന്ന സാധനം എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ എത്രമാത്രം അസംബന്ധമാണ് ഈ പറയുന്ന PSC എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഭരണഘടനാ സ്ഥാപനത്തെ ഇത്രമാത്രം നിർവീര്യമാക്കി പരീക്ഷയ്ക്ക് എഴുതിയിരിക്കുന്ന PSC പരീക്ഷയ്ക്കുന്ന മുഴുവൻ ആളെയും നോക്കുകുത്തിയാക്കി നശിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സംവിധാനം ഈ കേരളത്തിൽ 57 മുതൽ ഈ പറയുന്ന 2026 വരെയുള്ള കാലയളവിനകത്ത് ഈ വിജയൻ ഭരിച്ചിരിക്കുന്ന കാലയളവിൽ അത് എപ്പോഴാണ് കേരളത്തിലെ PSC ഇത്ര അനാഥമായി പോയത്? എവിടെയാണ് ഇത്ര അനാഥമായി? നാണം ഉണ്ടോ എന്നിട്ട് ഇവർക്ക് സംസാരിക്കാൻ? ശരിക്കും ഈ DYFIന്റെ സെക്രട്ടറി പ്രസിഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന വിദ്വാന്മാരല്ലോ. അങ്ങേ പറഞ്ഞത് ഒരു 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 ഭൂലോക വഷളൻ ഡബിളെ റഹീം എന്ന് പരിഹാസത്തിൽ പിടിക്കുന്ന റഹീം പറയുന്നത് എന്താ പറഞ്ഞാല് ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് വന്ദേ മാതരം ഇവിടെ പാടാതിരുന്നത്. സത്യത്തിൽ ഇവരും തലക്ക് വെളിവില്ലേ? ഇവരൊന്നും തലക്ക് വെളിവില്ലേ? ഇത് ഒന്നാമത് ഇത്തരത്തിലുള്ള അസംബന്ധങ്ങൾ ഒരു പബ്ലിക്കിന്റെ മുമ്പിലേക്ക് എയർ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു സംഭവം എന്താ? രണ്ട് വിഷയമാണ്. ഒന്ന്, ഒരു വസ്തുതാപരമായ ഒരു യാഥാർത്ഥ്യം ഉണ്ടായിത്തീരുകയാണ്, അത് തെന്നിപ്പോവുകയാണ് ചെയ്യുക. ഈ തെന്നിപ്പോകുന്ന അവസ്ഥയിലൂടെ നിങ്ങൾ മുഴുവൻ തന്നെ എന്ത് ചെയ്യും? പരിഹാസത്തിന് മാത്രം വിധേയമാക്കപ്പെടുന്ന നേരം രാഷ്ട്രീയം എന്നൊരു സംഭവം അതിനകത്ത് മൈനസ് ചെയ്യപ്പെടും. രാഷ്ട്രീയം മൈനസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക? ഒരു വസ്തു ചെയ്യാനില്ല എന്നില്ല. കേരളത്തിൽ നിലവിലുള്ള വി.ഡി. സതീശന് എതിരായി നിങ്ങളൊന്ന് നോക്കൂ, ഇവര് നടത്തി വരുന്ന ഏത് സംഭവത്തിന് ആയുസ് എത്ര വരിക? ഒറ്റ ആഴ്ചയല്ലേ?
ഒരാഴ്ച പോലും ഇല്ല. ബുധനാഴ്ച എന്ന് പറയുന്ന ദിവസം വാർത്താ സമ്മേളനം നടത്തിയാൽ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന മുഴുവൻ സംഭവങ്ങളും ആ ബുധനാഴ്ച ഒറ്റ വാർത്താ സമ്മേളനത്തിൽ ചീറ്റിയെ പോവുക മാത്രമല്ല പരിഹാസ്യരാകുന്നുള്ളതാണ്. പരിഹാസ്യരാകുന്നുള്ളതാണ്. ഈ ഞാൻ പറയാം, എരുമച്ചാണ് വെറുത്തെറിഞ്ഞാൽ പോലും വിജയന്റെ മുഖത്ത് ഭാവവ്യത്യാസം ഉണ്ടാവില്ല. അയാളുടെ മുഖത്ത് എരുമച്ചാണ് അയാളുടെ മുഖത്ത് എറിഞ്ഞാൽ പോലും ഭാവവ്യത്യാസം ഉണ്ടാവില്ല. കളവ് പറയും, ഇത്രമാത്രം വൃത്തികെട്ട രീതിയിൽ കളവും വഷളത്തരവും വിളിച്ചു പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ്. നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം എന്താ പറഞ്ഞാൽ ഞാൻ പലതവണയായിട്ട് പറയുന്നതാണ്. ഇത് നേരെ മുൻപിലാണ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ആളാരാന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവായിട്ട് അത് VS അച്യുതാനന്ദൻ. കേരളം എക്കാലവും കൊണ്ട് ഏറ്റവും പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവ്. ഒന്ന്, ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് ഏറ്റവും പ്രഗത്ഭനായ ഒരു പ്രതിപക്ഷ നേതാവിന് മാത്രമേ ഒരു നല്ല മുഖ്യമന്ത്രിയാവാൻ കഴിയൂ. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. ഈ VS അച്യുതാനന്ദൻ ഏറ്റവും നല്ല പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവായതുകൊണ്ടാണ് അദ്ദേഹം എന്തായിത്തീർന്നത് കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും എന്താ പറയാ കരുത്തുറ്റ ഒരു മുഖ്യമന്ത്രിയായി അദ്ദേഹം കേരളം ഭരിച്ചത്. ഒന്ന്, ഇതേ അവസ്ഥ തന്നെയാണ് VD സതീശൻ കേരളത്തിനകത്ത് കളം നിറഞ്ഞാടിയിരിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. കളം നിറഞ്ഞാടിയ പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന് കേരളത്തിന്റെ എവരി നുക്ക് ആൻഡ് കോർണർ അയാൾക്ക് അദ്ദേഹത്തിന് അത് അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ അറിയുന്ന ഒരു ചിത്രം ഉണ്ടായി തീരുക എന്ന് പറഞ്ഞ അർത്ഥം ഒന്നും മാത്രമേ ഉള്ളൂ. പ്രതിപക്ഷ നേതൃപദവിയിലേക്ക് നിങ്ങൾക്ക് ഇരിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഭാവനാപൂർണമായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താവാൻ പറ്റൂ, നിങ്ങൾക്ക് നല്ല മുഖ്യമന്ത്രിയാവാൻ പറ്റൂ. ആ ഭാവനാപരമായ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ഇരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്, ഇന്ന് കേരളത്തിനകത്ത് ഏറ്റവും ദീർഘവീക്ഷണത്തോടെ ഒരു മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയുന്നത്. പിന്നെ വരുന്നത് നമ്മളെ ഈ ലഹരി മാഫിയല്ലേ, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ ജസ്റ്റിസ് സുകുമാരൻ. അദ്ദേഹം ആർക്കെതിരായിട്ടായിരുന്നു കോടിക്കണക്കിന് ഉറുപ്പികയുടെ ഹവാല പണം കേരളത്തിൽ വന്നിട്ട് ഇവിടെ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റും അതോടൊപ്പം തന്നെ നാർക്കോട്ടിക് ഡ്രഗ്സിന്റെയും പണം വാങ്ങിച്ചത് ഒഴുകുമെന്ന മുന്നറിയിപ്പ് നൽകിയത് ആരായിരുന്നു വാസ്തവത്തിൽ കേരളത്തിൽ? ആ കേരളത്തിൽ നൽകിയത് വാസ്തവത്തിൽ ജസ്റ്റിസ് കുമാരനായിരുന്നില്ലേ? ഇത് എല്ലാവർക്കും ഓർമ്മയുടെ. ഇപ്പോഴും അതെന്താണ് സംഭവത്തിൽ അതിനകത്ത് ഏറ്റവും ആരോപണ വിധേയനായിരിക്കുന്ന ആള് അന്നും വിജയൻ തന്നെയാണ് ഈ ആരോപണ വിധേയനായിരിക്കുന്ന ആൾ. ഇതൊക്കെ ആളുകൾ മറന്നു പോകണമെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഞങ്ങൾ പറയുന്നത് മാത്രം നിങ്ങൾ അത് ഇനി നടക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വീണ ജോർജ് എല്ലാം പറയുന്ന സംഭവത്തിലൊന്നും ഇതൊന്നും ഒരാളും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. VD സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ താറടിക്കാനോ അല്ലെങ്കിൽ അവരെ ദുർബലപ്പെടുത്താനോ നടത്തുന്ന ഈ ഒരു നീക്കവും ഫലപ്രാപ്തിയിലെത്താൻ മാത്രം ഉണ്ടായിരിക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റഫ് സത്യസന്ധത ഇടതുപക്ഷത്തിന്റെ കയ്യിൽ ഇപ്പോഴില്ല. ഉറപ്പായിട്ടും ഇവിടെ വിശ്രമ ജീവിതം ആനന്ദകരമാക്കുക എന്ന് പറയുന്നത് പോലെ ആറന്മുളക്കാര് ചെയ്ത ഏറ്റവും വലിയൊരു പുണ്യമാണ് വീണ ജോർജിന് ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഒരു വിശ്രമ ജീവിതം. പക്ഷെ അവിടെ ഒതുങ്ങുന്നില്ല. ആള് പല ആരോപണങ്ങളായിട്ട് മുന്നിൽ വരുമ്പോൾ തിരിച്ചടിക്കുന്നത് ഈ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ആ മനുഷ്യന്റെ നെഞ്ചത്തേക്കാന്നാ തോന്നുന്നത്. അല്ല, അത് അത്രേ വരുള്ളൂ. കാരണം എന്താ പറഞ്ഞാല്, ഒന്ന്, ഇവരാണ് ഈ കേരളത്തിലെ ആരോഗ്യ മേഖല ഇതുപോലെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട സംഭവം എന്താന്ന് പറഞ്ഞാല്, നേരത്തെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി അയക്കുന്ന ഒരാളുടെ B. വെല്ലിംഗ്ടൺ, നമ്പൂരിപ്പാട് സപ്തകക്ഷി മന്ത്രിസഭക്കകത്തുണ്ടായിരുന്ന ആരാണ് B. വെല്ലിംഗ്ടൺ. ഈ വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഗൗരവമായിരിക്കുന്ന ഒട്ടനവധി വസ്തുതാപരമായിരിക്കുന്ന ആരോപണങ്ങൾ ഉണ്ടായി. ഈ ആരോപണങ്ങൾ ഘടകകക്ഷികൾക്ക് അകത്ത് നിന്നും ഉയർന്നു വന്നപ്പോഴാണ് M. ശങ്കരൻ നമ്പൂതിരിപ്പാട് അന്ന് ചെയ്തത് എന്താ പറഞ്ഞാൽ ഈ പറയുന്ന B. വെല്ലിംഗ്ടനെ രക്ഷിക്കാനും കൂടിയായിരുന്നു ആർക്കെതിരെ MN ഗോവിന്ദൻ നായർക്കെതിരെ അഴിമതി ആരോപണം EMS അന്ന് ഉന്നയിച്ചത്. ഇതിന് ശരിക്കും മറുപടി ഇത്തരം കാര്യങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട ആൾ വേറെ ഷാജിയല്ല പറയേണ്ടത്. അത്തരം കാര്യങ്ങൾ നിരന്തരമായി ഓർമ്മിപ്പിക്കേണ്ട ആളാരാന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബിനോയ് വിശ്വമാണ് ഓർമ്മിപ്പിക്കേണ്ടത്. ഈ അത്തരം വിഷയങ്ങളുടെ ഭാഗവും കൂടിയാണ് 67 സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ തകരുന്നത്. അപ്പൊ ഈ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യ മേഖലക്കകത്ത് ഏറ്റവും ഗംഭീരമായി ഭരിച്ചിരിക്കുന്ന ഒരാളായിരുന്നു J. ചിത്തരഞ്ജൻ. CPIയുടെ പഴയ നാഷണൽ കൗൺസിൽ മെമ്പർ, രാജ്യസഭാംഗവും എന്താ പറയാ ആരോഗ്യ വകുപ്പ് മന്ത്രി, ഇതെല്ലാമായിരുന്ന പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവുമായിട്ടുള്ള J. ചിത്തരഞ്ജൻ. അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള ഒരു അനുഭവ പാഠം CPIയുടെ മുമ്പിൽ ഉണ്ട്. അപ്പൊ അത്തരം അനുഭവ പാഠത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങളുടെ പൊള്ളയാ സംഭവത്തെ തുറന്നു കാട്ടാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ബിനോയ് വിശ്വത്തിന് രാഷ്ട്രീയവും ചരിത്രപരവുമായിരിക്കുന്ന ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ഇത്തരം ചരിത്രപരവും രാഷ്ട്രീയവുമായിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ഇവരെ പോലത്തെ സ്ത്രീ വിളിച്ചു പറയുന്ന എന്തെല്ലാം സത്യത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യ പാർട്ടി DC പോലും ഈ സ്ത്രീ എന്താ പറയാ സ്വീകാര്യമല്ല എന്നാ തോന്നുന്നത്. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമുക്ക് അത് വളരെ കൃത്യമായി തെളിയിക്കുന്ന സാധനം. ഇത്രയും വലിയൊരു തോൽവിയിൽ തന്നെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞതാണ്. അതെ, പൂർണ്ണമായി തള്ളിക്കളഞ്ഞാണ്. അപ്പൊ സത്യത്തിൽ ഇത് മാത്രമാണ് സാധ്യത എന്ന് പറഞ്ഞാൽ ഈ CPIM എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് പൊളിറ്റിക്കൽ നിലപാട്, പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന നിലപാട് ഇല്ലാതായി തീർന്നതിന്റെ ദുരന്തം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ പറയുന്ന പോലെ എന്താ പറയാ, ഈ ഒരു കാര്യവുമില്ലാത്ത നുണ മാത്രം പറയുക, അല്ലെങ്കിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ പുറകെ ആളുകളെ കൊണ്ട് റാലിയിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു പൊളിറ്റിക്കൽ സ്ലോഗൻ ഇപ്പൊ ഈ VD സതീശൻ സർക്കാർ വന്നിട്ട് ഇപ്പൊ 3 മാസമായില്ലേ, ഒരു പൊളിറ്റിക്കൽ സ്ലോഗൻ ഉയർത്തിയിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ലോഗന്റെ പേര് ഈ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും ഉയർത്തിയിട്ടുണ്ട് ഇവിടെ?
എം പി ഗോവിന്ദൻ എന്ന് പറയുന്നയാൾ CPIM-ന്റെ പാർട്ടി സംസ്ഥാനത്ത് എന്ന് ഗ്രൂപ്പ് പൊളിറ്റിക്കൽ സ്ലോഗൻ ചോദിച്ചിട്ടുണ്ട് അവര്. ഒരു സാധനം വരുമ്പോൾ പറയാനില്ല എന്നുള്ളതാണ്. ഈ പറയാനില്ലാത്തതിന്റെ കാരണം മറ്റൊന്നും കൊണ്ടല്ല. ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി LDF-ന്റെ പേരിൽ വിജയൻ ഭരിച്ചപ്പോൾ കാണിച്ചു വച്ചിരിക്കുന്ന അങ്ങേയറ്റം അധാർമികവും ജനദ്രോഹപരവും കേരള വിരുദ്ധവുമായിരിക്കുന്ന പിന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ രൂപരേഖ നിലവിലൂടെ നവർന്നു കിടക്കുകയാണ്. അപ്പൊ എന്ത് സംഭവം വന്നാലും അയാൾ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന കാലത്തോളം അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. കേരളത്തിനകത്ത് ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. കഴിയില്ല അവർക്ക്. കഴിയുമ്പോൾ അപ്പോൾ എന്ത് വരുന്ന പറഞ്ഞാൽ ഈ സാധനം അങ്ങേ പറഞ്ഞ ബാക്ക് ഹിസ്റ്ററിയുടെ ഒരു പേജ് മറിക്കുമ്പോൾ അതിനകത്ത് ക്ലയന്റായി വരുന്ന ആൾ ആരായിരിക്കും? പ്രധാനപ്പെട്ട ക്ലയന്റായി വരുന്നവൻ വിജയനായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ഗോവിന്ദനായിരിക്കും. ഇത് ഗോവിന്ദൻ അറിയില്ലേ? ഇത് വിജയൻ അറിയില്ലേ? പിന്നെ നിങ്ങൾ ജനം എന്ന് പറയുന്നവരെന്താണ്? വെറും പൊട്ടന്മാരാണ് എന്നൊരു മുൻധാരണയിൽ ഒരു കാര്യത്തെ കാണുകയും അതിന്റെ പേരെ സംസാരിക്കുകയും ചെയ്യുക. അഴിമതിക്കെതിരെ ആര് സംസാരിക്കുക? ആലോചിച്ച് നോക്കിയ അഴിമതിക്കെതിരെ LDF സംസാരിക്കാനോ? ഈ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അഴിമതി വീരന്മാരെ നയിച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് കഴിഞ്ഞ LDF ഗവൺമെന്റ്. ഏറ്റവും വലിയ അഴിമതി വീരന്മാർ. അത് മാത്രമല്ല അഴിമതിയുടെ അധാർമികത അങ്ങേത്തല വരെ പോയത്. സിസ്റ്റം കംപ്ലീറ്റ് ഫെയിലിയർ ആക്കിയിരിക്കുന്ന ഒരു ഗവൺമെന്റ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സംഭവമില്ല. പക്ഷപാതിത്വമല്ലാതെ വേറെ എന്താണ് നെപ്പോട്ടിസം അല്ലാതെ വേറെ എന്താണ് വാസ്തവത്തിൽ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ അന്നത്തെ മുഖമുദ്ര എന്താണ് ഉണ്ടായിരുന്നത്? ഒന്നുമില്ലല്ലോ. അപ്പൊ ശരിക്കും എന്തായെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നീതിയില്ല, നിയമമില്ല, പിന്നെ ഭരണപരമായ സമ്പന്ന ഇത് മുഴുവൻ തന്നെ ഇയാളുടെ സിൽബന്ധികളും ചേർന്നിരിക്കുന്ന ക്ലിഫ് ഹൗസിനകത്ത് കിടക്കുന്ന അടുക്കള കച്ചവടം മാത്രമായി ഒരു സംസ്ഥാന സർക്കാരിനെയും അതിൽ പ്രത്യേകിച്ച് കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരെയും നിരാധാരമാക്കിയിരുന്ന PSC-യെ ശരിക്കും സത്യത്തിന് ഞാനിങ്ങനെ പറയുന്ന സംഭവം എന്താ അറിയില്ലേ? കേരളത്തിലെ തെരുവിലൂടെ സഞ്ചരിക്കാൻ വിജയനെ യുവാക്കൾ സമ്മതിക്കാൻ പാടില്ല. ശരിക്കും സമ്മതിക്കാൻ പാടില്ലാത്തതാണ് ശരിക്കും. കാരണം കേരളത്തിൽ ഇത്രയേറെ തൊഴിലില്ലായ്മയുടെ വിഷയം ഉണ്ടായിട്ട് ഇതിനകത്ത് ഇത്രയേറെ അഴിമതി നടത്തിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്ന? പരീക്ഷയുടെ കൂടെ മാർക്കിടാൻ 10 നിങ്ങൾ ചോദിക്കാതിരിക്കുക, അത് പിന്നെ മാർക്കിടാതിരിക്കുക. എന്നിട്ട് ഇതൊന്നും ഇല്ലാത്ത എഴുതാത്ത എന്ത് ചെയ്യുക? ഒരു ഫസ്റ്റ് റാങ്ക് കൊടുക്കുക. ഇത് റാങ്ക് കൊടുത്ത് ഇരിക്കുന്നു പറഞ്ഞാൽ അയാൾ എന്തിനാണ് അവിടെ ഇരുത്തുന്നത്? ഇതേ വിഷയം നിങ്ങൾ നോക്കിക്കോട്ടെ. MBBS പാസ്സാവാൻ ഒരുത്തർ ഇതേപോലെ പാസ്സായിട്ടൊരു സാധനം വന്നിട്ട് അയാൾ ഡോക്ടറെ ബോർഡും വെച്ചിട്ട് നമ്മൾ ഡോക്ടറെ അയാൾ കാണിക്കാൻ പാടില്ല. അവസ്ഥ എന്തായിരിക്കും ചിത്രം? അത് തീർച്ചയായിട്ടും സാർ. അപ്പൊ ഇതിന്റെ ഫലം എന്താന്ന് പറഞ്ഞാല് നിലവിലുള്ള സിസ്റ്റത്തെ പൊളിക്കുക. ഇവിടെ തന്നെയാണ് VC-മാരെ നിശ്ചയിക്കുന്ന സമയത്തും ഇയാൾ വെച്ചിരിക്കുന്ന ഡിമാൻഡ് എന്താ? ഇയാൾ വെച്ചിരിക്കുന്ന പ്രപ്പോസൽ ഗവർണർ എടുത്ത് പറഞ്ഞ അയാൾ എന്റെ നാട്ടുകാരനാണെന്നാണ്. ഇവിടെ എന്റെ നാട്ടുകാരനാണ് എന്നത് ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ അല്ല. ആയിക്കൂടാ. നിങ്ങളുടെ തറവാട്ടുകാരനാണെന്നുള്ളതുകൊണ്ട് വൈസ് ചാൻസലർ ആവണമെന്ന് പറഞ്ഞ മാനദണ്ഡം എന്താ? അപ്പൊ ഇങ്ങനെ വരുന്ന എല്ലാ വിഷയങ്ങൾക്കകത്ത് എന്റെ പിന്നെ ബന്ധുക്കളാണ്, അല്ലെങ്കിൽ ഞാനുമായി ബന്ധമുള്ളതാണ്, എന്റെ നാട്ടുകാരനാണ്, അതുകൊണ്ട് ഈ തസ്തികകൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഗവർണറോട് പറഞ്ഞിട്ട് ഗവർണർ അതിന് പിന്നെ വടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരുക. ഇത് ശരിക്കും എന്താന്ന് പറഞ്ഞാല് കേരളത്തിന്റെ സമ്പദ്ഘടനയെ, അതിന്റെ രാഷ്ട്രീയ ഘടനയെ, അതിന്റെ സാംസ്കാരിക മേഖലയെ, അതിന്റെ സാമൂഹ്യ ഘടനയെ, അപ്പൊ അതിന്റെ നീതിപൂർവമായ നടത്തിപ്പിന്റെ മേഖല സർവ്വ മേഖലയും തകർത്തിരിക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് നിന്ന് ഈ UDF സർക്കാരിന് അതിൽ നിന്ന് നേരെയാക്കി കൊണ്ടുവരണമെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ ചെറിയ സാഹസമല്ല. അത് കൊണ്ടുവരാതിരിക്കാനുള്ള, അതായത് അതൊരിക്കലും തന്നെ ഒരു പൂർണ്ണാർത്ഥത്തിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരാതിരിക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പെരുന്നുണകൾ. അത് ഉറുപ്പിയ പൊതുസമൂഹത്തിനകത്ത് വിലയില്ലാത്ത ഈ പറയുന്ന വീണ ജോർജിനെ പോലുള്ള ആളുകളും പിന്നെ വിജയനെ പോലത്തെ ആളുകൾ ഗോവിന്ദനെ പറയുന്ന ആരെങ്കിലും കേരളം കണ്ടിരിക്കുക വരുമ്പോ തമാശയില്ല. ഇപ്പൊ അതല്ലോ ആരെങ്കിലും എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ സാധനം പറയാറുണ്ട്, അവർക്ക് ഒന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ചിത്രം ഉണ്ടായി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. നിലവിൽ കേരളത്തിനകത്ത് ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ പേരിൽ ഇവർക്ക് ഒരു മണ്ണാങ്കട്ട ചെയ്യാൻ, ഒരു പൊളിറ്റിക്കൽ സ്ലോഗൻ ഉയർത്താൻ കഴിയാത്ത വിധത്തിൽ CPIM വാസ്തവത്തിൽ നിരാധാരമായി എന്നാണ് പിന്നെ എനിക്ക് തോന്നുന്നത്. മേഡം അങ്ങനെയാണ് ഉണ്ടാകുന്ന തോന്നുന്നത്. തീർച്ചയായിട്ടും സാർ. താങ്ക് യു സാർ.